Hi students, welcome to the new video of English Talks. അഞ്ചാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റിലെ ലെറ്റർ ടു ഗോഡ് എന്ന സ്റ്റോറിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ഈ യൂണിറ്റിൻ്റെ പേരും സ്റ്റോറിയുടെ പേരും ഒന്ന് തന്നെയാണ്, ലെറ്റർ ടു ഗോഡ് അഥവാ ദൈവത്തിനുള്ള കത്ത്. Do you talk to the rain, flowers, birds and clouds? Here is the story of a man who talked to the rain. മഴയോടും പൂക്കളോടും പക്ഷികളോടും മേഘങ്ങളോടുമൊക്കെ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? Here is the story of a man who talked to the rain. മഴയോട് സംസാരിച്ച ഒരാളുടെ കഥയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആരാണ് അയാൾ? നമുക്ക് നോക്കാം. The pleasure of rain, മഴയുടെ ആനന്ദം. The house, the only one in the whole valley, sat on the crest of a low hill. The house, the only one in the whole valley. Whole valley എന്ന് പറഞ്ഞാൽ താഴ്വര മുഴുവൻ. അപ്പോൾ താഴ്വരയിൽ ആകെ ഒരേ ഒരു വീട് മാത്രമേ ഉള്ളൂ. The only one sat on the crest of a low hill. അത് നിലകൊള്ളുന്നത് താഴ്ന്ന ഒരു കുന്നിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗത്താണ്, ക്രസ്റ്റിലാണ്. ഫ്രം ദിസ് ഹൈറ്റ് വൺ കുഡ് സീ ദി റിവർ ആൻഡ് എ ഫീൽഡ് ഓഫ് റൈപ്പ് കോൺ ഡോട്ടഡ് വിത്ത് ഫ്ലവേഴ്സ് ദാറ്റ് ഓൾവേസ് പ്രോമിസ്ഡ് എ ഗുഡ് ഹാർവെസ്റ്റ്. ഫ്രം ദിസ് ഹൈറ്റ്, ഈ ഉയരത്തിൽ നിന്നും, വൺ കുഡ് സീ ദി റിവർ, ഒരാൾക്ക് കാണാനായിട്ട് സാധിക്കും. ദി റിവർ, പുഴയെ, നദിയെ കാണാം. ആൻഡ് ദി ഫീൽഡ് ഓഫ് റൈപ്പ് കോൺ, വിളഞ്ഞു നിൽക്കുന്ന ചോളവയൽ. ഡോട്ടഡ് വിത്ത് ഫ്ലവേഴ്സ്, പൂക്കളാൽ പുള്ളി കുത്തപ്പെട്ട രീതിയിലാണ്. ഡോട്ടഡ് വിത്ത് ഫ്ലവേഴ്സ് ദാറ്റ് ഓൾവേസ് പ്രോമിസ്ഡ് എ ഗുഡ് ഹാർവെസ്റ്റ്, അതെല്ലാ സമയത്തും ഒരു നല്ല വിളവ് വാഗ്ദാനം ചെയ്യുന്നതായിരുന്നു. അപ്പോൾ എല്ലാ വർഷവും അതിൽ നിന്ന്, ആ ചോളവയലിൽ നിന്നും നല്ല വിളവാണ് ലഭിക്കാറുള്ളത്. The only thing the earth needed was a downpour or at least a shower. അങ്ങനെ വിളവ് കിട്ടാൻ ദി ഓൺലി തിങ് ദി എർത്ത് നീഡഡ്, ഭൂമിക്ക് ആവശ്യമായിട്ടുള്ള ഒരേ ഒരു കാര്യം, വാസ് എ ഡൗൺ പോർ ഓർ അറ്റ്ലീസ്റ്റ് എ ഷവർ, ഒരു നല്ല ശക്തമായ മഴ അല്ലെങ്കിൽ ഒരു ചാറ്റൽ മഴ. അത് കിട്ടിയാൽ തന്നെ അത് നന്നായിട്ട് ആ വയൽ വിളവ് നൽകും. ത്രൂ ഔട്ട് ദി മോർണിംഗ് ലെഞ്ചോ ഹാഡ് ഡൺ നത്തിങ് എൽസ് ബട്ട് ലുക്ക് അറ്റ് ദി സ്കൈ ടുവേർഡ്സ് ദി നോർത്ത് ഈസ്റ്റ്. അങ്ങനെ ത്രൂ ഔട്ട് ദി മോർണിംഗ്, രാവിലെ മുഴുവൻ, ലെഞ്ചോ ഹാഡ് ഡൺ നത്തിങ് എൽസ്, ലെഞ്ചോ മറ്റൊന്നും ചെയ്തില്ല. ബട്ട് ലുക്ക് അറ്റ് ദി സ്കൈ, ആകാശത്തേക്ക് നോക്കിയിരിക്കുകയല്ലാതെ. ടുവേർഡ്സ് ദി നോർത്ത് ഈസ്റ്റ്, ആകാശത്തിൻ്റെ വടക്കുകിഴക്ക് ഭാഗത്തേക്ക്. നൗ വി ആർ റിയലി ഗോയിങ് ടു ഗെറ്റ് സം റെയിൻ വുമൺ, ഹി സെഡ്. നമുക്ക് ശരിക്കും നല്ല ഒരു മഴ കിട്ടാൻ പോകുന്നു എന്ന് അവൻ തൻ്റെ ഭാര്യയോട് പറഞ്ഞു. ദി വുമൺ ഹു വാസ് പ്രിപ്പയറിംഗ് സപ്പർ റിപ്ലൈഡ്, യെസ്, ഗോഡ് വില്ലിങ്. അപ്പോൾ ദി വുമൺ എന്ന് അഡ്രസ്സ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. അവർ ഹു വാസ് പ്രിപ്പയറിംഗ് സപ്പർ, രാത്രി ഭക്ഷണം തയ്യാറാക്കുകയായിരുന്നു. റിപ്ലൈഡ്, അവർ മറുപടി പറഞ്ഞു, യെസ്, ഗോഡ് വില്ലിങ്, അതെ, ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം അനുഗ്രഹിച്ചാൽ നമുക്ക് നല്ല മഴ കിട്ടും. ഡ്യൂറിങ് ദി മീൽ ബിഗ് ഡ്രോപ്സ് ഓഫ് റെയിൻ ബിഗാൻ ടു ഫോൾ. അങ്ങനെ അവർ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ ബിഗ് ഡ്രോപ്സ് ഓഫ് റെയിൻ, വലിയ മഴത്തുള്ളികൾ, ബിഗാൻ ടു ഫാൾ, വീഴാൻ തുടങ്ങി. ഹ്യൂജ് മൗണ്ടെയിൻസ് ഓഫ് ക്ലൗഡ്സ് കുഡ് ബി സീൻ അപ്രോച്ചിങ്. വലിയ വലിയ മഞ്ഞുമലകൾ എത്തിച്ചേരാൻ തുടങ്ങി. ദി എയർ വാസ് ഫ്രഷ് ആൻഡ് സ്വീറ്റ്. ആ സമയത്ത് അന്തരീക്ഷം, വായു എന്ന് പറയുന്നത് വളരെ ഫ്രഷ് ആൻഡ് സ്വീറ്റ് ആയിരുന്നു. അതായത് നല്ല ശുദ്ധമായ മധുരിതമായ അവസ്ഥയിലായിരുന്നു. മഴ പെയ്യുന്നതിന് മുൻപുള്ള, തൊട്ട് മുൻപുള്ള അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ലെഞ്ചോ വെൻഡ് ഔട്ട് ടു ഹാവ് ദി പ്ലഷർ ഓഫ് ഫീലിംഗ് ദി റെയിൻ ഓൺ ഹിസ് ബോഡി. അങ്ങനെ ലെഞ്ചോ വെൻഡ് ഔട്ട്, ലെഞ്ചോ പുറത്തേക്ക് പോയി. ടു ഹാവ് ദി പ്ലഷർ ഓഫ് ഫീലിംഗ് ദി റെയിൻ ഓൺ ഹിസ് ബോഡി, തൻ്റെ ശരീരം മുഴുവൻ നനയാൻ, മഴയിൽ നനഞ്ഞ് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട്. ദീസ് ആർ ഇൻ റെയിൻ ഡ്രോപ്സ് ഫാളിംഗ് ഫ്രം ദി സ്കൈ, ദേ ആർ ലൈക്ക് ന്യൂ കോയിൻസ്. അങ്ങനെ ലെഞ്ചോ പറയുന്നു, ദീസ് ആർ ഇൻ റെയിൻ ഡ്രോപ്സ്, ഇത് മഴത്തുള്ളികളല്ല, ഫാളിംഗ് ഫ്രം ദി സ്കൈ, ആകാശത്ത് നിന്ന് വീഴുന്ന, ദേ ആർ ലൈക്ക് ന്യൂ കോയിൻസ്, അവയെല്ലാം പുതിയ നാണയങ്ങൾ പോലെയാണ്. ദി ബിഗ് ഡ്രോപ്സ് ആർ 10,
വലിയ മഴത്തുള്ളികളെല്ലാം 10ൻ്റെ കോയിൻസാണ്. ആൻഡ് ദി ലിറ്റിൽ വൺസ് ആർ 5. ചെറിയ മഴത്തുള്ളികൾ 5ൻ്റെ കോയിൻസാണ് എന്ന് ലെഞ്ചോസ് വളരെ സന്തോഷത്തോടു കൂടി പറയുന്നു. ഇനി അടുത്ത ഭാഗം നോക്കാം. എ നൈറ്റ് ഓഫ് സോറോ. ദുഃഖത്തിൻ്റെ ഒരു രാത്രി. ഹി ലുക്ക്ഡ് അറ്റ് ദി ഫീൽഡ് ഓഫ് റൈപ്പ് കോൺ with its flowers draped in a curtain of rain. He looked at the field of ripe corn. അദ്ദേഹം ആ വിളഞ്ഞ ചോളവയലിലേക്ക് നോക്കി. With its flowers draped in a curtain of rain. അതിലെ പൂക്കളെല്ലാം അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട്. In a curtain of rain, മഴയുടെ തിരശ്ശീലയിൽ. അതായത് മഴ മൂടിയത് കാരണം ആ പൂക്കളെല്ലാം വളരെ അലങ്കരിക്കപ്പെട്ടതുപോലെയാണ് അതിൽ കാണപ്പെടുന്നത്. ബട്ട് സഡൻലി എ സ്ട്രോങ് വിൻഡ് ബിഗാൻ ടു ബ്ലോ. പക്ഷേ പെട്ടെന്നാണ് ഒരു ശക്തമായ കാറ്റ് അടിക്കാൻ തുടങ്ങിയത്. ബിഗാൻ ടു ബ്ലോ, കാറ്റടിക്കാൻ തുടങ്ങി. വെരി ലാർജ് ഹെയിൽ സ്റ്റോൺസ് ബിഗാൻ ടു ഫാൾ. വലിയ വലിയ ഹെയിൽ സ്റ്റോൺസ്, ആലിപ്പഴങ്ങൾ, ബിഗാൻ ടു ഫാൾ, വീഴാൻ തുടങ്ങി. ഇറ്റ് ഈസ് റിയലി ഗെറ്റിംഗ് ബാഡ് നൗ, എക്സ്ക്ലെയിംഡ് ലെഞ്ചോ. ഇത് സംഗതി തീർത്തും വഷളാവുകയാണ് ഇപ്പോൾ, ലെഞ്ചോ അത്ഭുതത്തോടു കൂടി പറഞ്ഞു. ഐ ഹോപ്പ് ഇറ്റ് പാസസ് ക്വിക്ലി. പക്ഷേ ഇത് പെട്ടെന്ന് പോവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അശക്തമായ മഴ പെട്ടെന്ന് പോവുമെന്ന് ലെഞ്ചോ പ്രതീക്ഷിച്ചു. ഇറ്റ് ഡിഡ് നോട്ട് പാസ് ക്വിക്ലി. പക്ഷേ അത് പെട്ടെന്ന് അപ്രത്യക്ഷമായില്ല. ഇറ്റ് ഹെയിൽഡ് ഫോർ എൻ അവർ ഓൺ ദി ഹൗസ്, ദി ഗാർഡൻ, ദി ഹിൽ സൈഡ്, ദി കോൺഫീൽഡ് ആൻഡ് ഹോൾ ദി വാലി. ഇറ്റ് ഹെയിൽഡ് ഫോർ എൻ അവർ. അത് 1 മണിക്കൂറോളം പെയ്തു. ഓൺ ദി ഹൗസ്, ആ വീട്ടിൽ, ദി ഗാർഡൻ, ആ പൂന്തോട്ടത്തിൽ, ദി ഹിൽ സൈഡ്, കുന്നിൻ ചെരുവിൽ, ദി കോൺഫീൽഡ്, ചോളവയലിൽ, ആൻഡ് ദി ഹോൾ വാലി, ആ താഴ്വര മുഴുവൻ. ദി ഫീൽഡ് വാസ് വൈറ്റ് ആസ് ഇഫ് കവേർഡ് വിത്ത് സാൾട്ട്. ആ സമയത്ത് വയൽ മുഴുവൻ വെള്ളയായി നിന്നു. ആസ് ഇഫ് കവേർഡ് വിത്ത് സാൾട്ട്, ഉപ്പ് കൊണ്ട് മൂടിയതുപോലെ. നോട്ട് എ ലീഫ് റിമെയിൻഡ് ഓൺ ദി ട്രീസ്. മരങ്ങളിലൊന്നും ഒരില പോലും അവശേഷിച്ചില്ല. ദി കോൺ വാസ് ടോട്ടലി ഡിസ്ട്രോയിഡ്. ആ ചോളം മുഴുവൻ പൂർണ്ണമായും നശിച്ചു. ദി ഫ്ലവേഴ്സ് ഹാഡ് ഡിസപ്പിയർഡ് ഫ്രം ദി പ്ലാന്റ്സ്. പൂക്കളെല്ലാം അപ്രത്യക്ഷമായി. ഫ്രം ദി പ്ലാന്റ്സ്, ചെടികളിൽ നിന്ന്. ലെഞ്ചോസ് സോൾ വാസ് ഫിൽഡ് വിത്ത് സാഡ്നെസ്. ലെഞ്ചോസ് സോൾ, ലെഞ്ചോയുടെ ആത്മാവ്, ലെഞ്ചോയുടെ മനസ്സ്, വാസ് ഫിൽഡ് വിത്ത് സാഡ്നെസ്, അത് ദുഃഖത്താൽ നിറഞ്ഞു. ദാറ്റ് നൈറ്റ് വാസ് സോറോഫുൾ വൺ. ആ രാത്രി ദുഃഖം നിറഞ്ഞ ഒന്നായിരുന്നു. ദിസ് ഇയർ വി വിൽ ഹാവ് നോ കോൺ. ഈ വർഷം നമുക്ക് ധാന്യമില്ല, നമുക്ക് ചോളമില്ല. ദർ ഈസ് നോ വൺ ടു ഹെൽപ്പ് അസ്. നമ്മെ സഹായിക്കാൻ ആരുമില്ല. വി വിൽ ഗോ ഹംഗ്രി ദിസ് ഇയർ. ഈ വർഷം മുഴുവൻ നമ്മൾ പട്ടിണിയിലായിരിക്കും. ബട്ട് ഇൻ ദി ഹാർട്ട്സ് ഓഫ് ഓൾ ഹൂ ലീവ്ഡ് ഇൻ ദാറ്റ് സോളിറ്ററി ഹൗസ് ദർ വാസ് എ സിംഗിൾ ഹോപ്പ്, ഹെൽപ്പ് ഫ്രം ഗോഡ്. ബട്ട് ഇൻ ദി ഹാർട്ട്സ് ഓഫ് ഓൾ, പക്ഷേ എല്ലാവരുടെയും ഹൃദയത്തിൽ, ഹൂ ലീവ്ഡ് ഇൻ ദാറ്റ് സോളിറ്ററി ഹൗസ്, ആ ഒറ്റക്കുള്ള ആ വീട്ടിൽ ജീവിച്ചിരുന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ, ദർ വാസ് എ സിംഗിൾ ഹോപ്പ്, ഒരേ ഒരു പ്രതീക്ഷ മാത്രമുണ്ട്. ഹെൽപ്പ് ഫ്രം ഗോഡ്, ദൈവത്തിൽ നിന്നുള്ള സഹായം. ആൾ ത്രൂ ദി നൈറ്റ് ലെഞ്ചോ തോട്ട് ഓൺലി ഓഫ് ഹിസ് വൺ ഹോപ്പ്, ഗോഡ്. ആൾ ത്രൂ ദി നൈറ്റ്, ആ രാത്രി മുഴുവൻ, ലെഞ്ചോ തോട്ട് ഓൺലി ഓഫ് ഹിസ് വൺ ഹോപ്പ്, ഗോഡ്. ലെഞ്ചോ ചിന്തിച്ചത് അവൻ്റെ ഒരേ ഒരു പ്രതീക്ഷയായ ദൈവത്തെക്കുറിച്ചായിരുന്നു. ദി പ്ലഷർ ഓഫ് റെയിൻ, അതുപോലെ തന്നെ എ നൈറ്റ് ഓഫ് സോറോ എന്നീ 2 ഭാഗങ്ങളിലുള്ള, ഇപ്പം നമ്മൾ പഠിച്ച 2 ഭാഗങ്ങളിലുള്ള ഡിഫിക്കൽട്ട് വേർഡ്സിൻ്റെ മീനിങ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത ഭാഗത്തിലേക്ക് പോകാം. അറ്റ് ദി പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട ചില സംഭവ വികാസങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലെഞ്ചോ വാസ് an ox of a man working like an animal in the fields. ലെഞ്ചോ കാളയെപ്പോലെ പണിയെടുക്കുന്ന, മൃഗങ്ങളെപ്പോലെ പണിയെടുക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്ത്, വയലിൽ. സ്റ്റിൽ ഹീ ന്യൂ ഹൗ ടു റൈറ്റ്. എന്നിട്ടും അദ്ദേഹത്തിന് അറിയാം എങ്ങനെ എഴുതണമെന്ന്. ദി ഫോളോയിങ് സൺഡേ അറ്റ് ഡേ ബ്രേക്ക് ഹീ ബിഗാൻ ടു റൈറ്റ് എ ലെറ്റർ. ദി ഫോളോയിങ് സൺഡേ, പിറ്റേ ദിവസം ഞായറാഴ്ച, അറ്റ് ഡേ ബ്രേക്ക്, അതിരാവിലെ, ഹീ ബിഗാൻ ടു റൈറ്റ് എ ലെറ്റർ, അവനൊരു കത്തെഴുതാൻ തുടങ്ങി. ഇറ്റ് വാസ് നത്തിങ് ലെസ് ദാൻ എ ലെറ്റർ ടു ഗോഡ്. അത് ദൈവത്തിനുള്ള ഒരു കത്തല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല. ലെഞ്ചോ എഴുതിയ കത്ത് അതേപോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഡിയർ ഗോഡ്, പ്രിയപ്പെട്ട ദൈവമേ, ഇഫ് യു ഡോണ്ട് ഹെൽപ്പ് മീ, മൈ ഫാമിലി ആൻഡ് ഐ വിൽ ഗോ ഹംഗ്രി ദിസ് ഇയർ. ഇഫ് യു ഡോണ്ട് ഹെൽപ്പ് മീ,
നീ സഹായിച്ചിട്ടില്ലെങ്കിൽ മൈ ഫാമിലി ആൻഡ് ഐ വിൽ ഗോ ഹംഗ്രി ദിസ് ഇയർ. ഞാനും എൻ്റെ കുടുംബവും ഈ വർഷം പട്ടിണിയിലായിരിക്കും. ഐ നീഡ് 100 pesos ഇൻ ഓർഡർ ടു സോ മൈ ഫീൽഡ് അഗെയിൻ. എനിക്കാവശ്യമാണ് 100 pesos. പേസോസ് എന്ന് പറഞ്ഞാൽ പഴയ കാലത്തുള്ള ഒരു കറൻസിയാണ്. പേസോസ് എന്നാണ് അത് പ്രൊനൗൺസ് ചെയ്യുക. അപ്പോൾ ലെഞ്ചോ പറയുന്നു, ഐ നീഡ് 100 pesos. എനിക്ക് 100 pesos ആവശ്യമാണ്. ഇൻ ഓർഡർ ടു സോ മൈ ഫീൽഡ്, എൻ്റെ വയലിൽ കൃഷി ഇറക്കാൻ. ആൻഡ് ടു ലീവ് അണ്ടിൽ ദി ക്രോപ്പ് കംസ്. ആൻഡ് ടു ലീവ്, എനിക്കത് ജീവിക്കാനും വേണം. അണ്ടിൽ ദി ക്രോപ്പ് കംസ്, ആ വിളവ് വരുന്നത് വരെ. ബിക്കോസ് ഓഫ് ദി ഹെയിൽ സ്റ്റോം യു സെൻറ്റ് എവറിത്തിങ് ഈസ് ലോസ്റ്റ്. ബിക്കോസ് ഓഫ് ദി ഹെയിൽ സ്റ്റോം യു സെൻറ്റ്, നീ അയച്ച പേമാരി കാരണം എവറിത്തിങ് ഈസ് ലോസ്റ്റ്, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. ഹോപ്പ്ഫുള്ളി വെയിറ്റിംഗ്, പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു ലെഞ്ചോ. ഹി റോട്ട് ടു ഗോഡ് ഓൺ ദി എൻവലപ്പ് ആൻഡ് വെൻറ്റ് ടു ദി ടൗൺ. ഹി റോട്ട്, അവൻ എഴുതി. ടു ഗോഡ് ഓൺ ദി എൻവലപ്പ്, കത്തിൻ്റെ കവറിനാണ് എൻവലപ്പ് എന്ന് പറയുക. ആ എൻവലപ്പിൽ അവൻ എഴുതി ടു ഗോഡ്, ദൈവത്തിന് എന്ന് അഡ്രസ്സ്. ആൻഡ് വെൻറ്റ് ടു ദി ടൗൺ, അങ്ങനെ അവൻ ടൗണിലേക്ക് പോയി. അറ്റ് ദി പോസ്റ്റ് ഓഫീസ് ഹി പേസ്റ്റഡ് എ സ്റ്റാമ്പ് ഓൺ ദി ലെറ്റർ ആൻഡ് ഡ്രോപ്ഡ് ഇറ്റ് ഇൻ ടു ദി മെയിൽ ബോക്സ്. അറ്റ് ദി പോസ്റ്റ് ഓഫീസ്, അങ്ങനെ പോസ്റ്റ് ഓഫീസിൽ, ടൗണിലെ പോസ്റ്റ് ഓഫീസിലെത്തി ലെഞ്ചോ. ഹി പേസ്റ്റഡ് എ സ്റ്റാമ്പ് ഓൺ ദി ലെറ്റർ, അവൻ ലെറ്ററിൽ ഒരു സ്റ്റാമ്പ് പതിപ്പിച്ചു. ആൻഡ് ഡ്രോപ്ഡ് ഇറ്റ് ഇൻ ടു ദി മെയിൽ ബോക്സ്, അങ്ങനെ അത് തപാൽ പെട്ടിയിലേക്ക് ഇട്ടു. ദി പോസ്റ്റ്മാൻ വെൻറ്റ് ടു ഹിസ് ബോസ് ലൗഫിംഗ് ഹേർട്ട്ലി. അങ്ങനെ പോസ്റ്റ്മാൻ അയാളുടെ ബോസിൻ്റെ അടുത്തേക്ക് ചിരിച്ചുകൊണ്ട് പോവാണ്. ഹി ഷോഡ് ഹിം ദി ലെറ്റർ ടു ഗോഡ്. അവൻ അയാൾക്ക്, ആ പോസ്റ്റ്മാൻ ബോസിന് ലെറ്റർ ടു ഗോഡ്, ദൈവത്തിൽ നിന്നുള്ള ആ കത്ത് കാണിച്ചു കൊടുത്തു. ദി പോസ്റ്റ് മാസ്റ്റർ ആൾസോ ബ്രോക്ക് ഇൻ ടു എ ലാഫ്. പോസ്റ്റ് മാസ്റ്ററും അതുപോലെ ചിരിച്ചു. ബട്ട് ഇമ്മീഡിയറ്റ്ലി ഹി ടേൺ സീരിയസ്. പക്ഷേ പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ്ലി ഹി ടേൺ സീരിയസ്, അദ്ദേഹം ഗൗരവത്തിലായി. വാട്ട് ഫെയ്ത്ത്, അദ്ദേഹം പറയാണ്, എന്തൊരു വിശ്വാസം. ഐ വിഷ് ഐ ഹാഡ് ദി ഫെയ്ത്ത് ഓഫ് ദി മാൻ ഹൂ റോട്ട് ദിസ് ലെറ്റർ. ഈ കത്തെഴുതിയ ആളുടെ അത്രയും ദൈവവിശ്വാസം എനിക്കുണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ആ ബോസ് പറയണം. ഇമാജിൻ സ്റ്റാർട്ടിങ് അപ്പ് എ കറസ്പോണ്ടൻസ് വിത്ത് ഗോഡ്. ദൈവത്തിൽ നിന്നുള്ള ഒരു മറുപടി കത്ത് എഴുതുന്നതായിട്ട് സങ്കല്പിച്ചു നോക്കാം എന്ന് അദ്ദേഹം പറയണം. ദി പോസ്റ്റ് മാസ്റ്റർ കെയിം അപ്പ് വിത്ത് എൻ ഐഡിയ. സെൻഡ് എ റിപ്ലൈ ടു ലെഞ്ചോ ഫ്രം ഗോഡ്. ദി പോസ്റ്റ് മാസ്റ്റർ കെയിം അപ്പ് വിത്ത് എൻ ഐഡിയ. പോസ്റ്റ് മാസ്റ്ററുടെ മനസ്സിൽ ഒരു ആശയം ഉദിച്ചു. സെൻഡ് എ റിപ്ലൈ ടു ലെഞ്ചോ ഫ്രം ഗോഡ്. ലെഞ്ചോക്ക് ഒരു മറുപടി അയക്കുക, ഫ്രം ഗോഡ്, ദൈവത്തിൽ നിന്ന്. ബട്ട് ഹി നീഡഡ് സംതിങ് മോർ ദാൻ ഗുഡ് വിൽ, ഇങ്ക് ആൻഡ് പേപ്പർ ടു ആൻസർ ദി ലെറ്റർ. പക്ഷേ അങ്ങനെ ഒരു കത്തെഴുതാൻ അദ്ദേഹത്തിൻ്റെ സന്നദ്ധത, ഗുഡ് വിൽ, ഇങ്ക്, മഷി, അതുപോലെ പേപ്പർ, അത് മാത്രം പോരാ ലെഞ്ചോനെ പോലെയുള്ള ഒരാൾക്ക് കത്തെഴുതാൻ. ഹി ടുക്ക് എ കളക്ഷൻ ഫ്രം ദി എംപ്ലോയീസ് ഓഫ് ദി പോസ്റ്റ് ഓഫീസ്. അദ്ദേഹം പോസ്റ്റ് ഓഫീസിലെ തൊഴിലാളികളിൽ നിന്നും പൈസ ശേഖരിക്കുകയാണ്. ഹി ഹിംസെൽഫ് ഗേവ് എ പാർട്ട് ഓഫ് ഹിസ് സാലറി. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സാലറിയുടെ ഒരു ഭാഗം എടുത്തു. ബട്ട് ഇറ്റ് വാസ് ഇമ്പോസിബിൾ ഫോർ ഹിം ടു പുട്ട് ടുഗദർ 100 pesos. പക്ഷേ അദ്ദേഹത്തിന് സാധ്യമായിരുന്നില്ല 100 pesos കളക്ട് ചെയ്യാൻ. 100 pesos കളക്ട് ചെയ്യാൻ അദ്ദേഹത്തിന് എളുപ്പമായിരുന്നില്ല. ഹി വാസ് ആബിൾ ടു സെൻഡ് ദി ഫാർമർ ഓൺലി 70 pesos. അദ്ദേഹത്തിന് അയക്കാൻ കഴിഞ്ഞത് 70 pesos മാത്രമാണ്. ഹീ പുട്ട് ദി മണി ഇൻ എൻ എൻവലപ്പ് അഡ്രസ്ഡ് ടു ലെഞ്ചോ. അങ്ങനെ അദ്ദേഹം ആ കളക്ട് ചെയ്ത പൈസ ഒരു എൻവലപ്പിൽ, കത്തിടുന്ന കവറിലിടുകയാണ്. അഡ്രസ്ഡ് ടു ലെഞ്ചോ, ലെഞ്ചോയുടെ അഡ്രസ്സ് എഴുതിയിട്ട്. ഹി സെൻഡ് എ ലെറ്റർ അലോങ് വിത്ത് ഇറ്റ്. അതിൻ്റെ കൂടെ അദ്ദേഹം ഒരു കത്തും വെച്ചു. ഇറ്റ് കണ്ടെയ്ൻഡ് ഓൺലി എ സിഗ്നേച്ചർ ഗോഡ്. ഗോഡ് എന്നെഴുതിയിട്ട് ഒരു ഒപ്പ് മാത്രമായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. ഇനി അടുത്ത ഭാഗത്തിലേക്ക് പോവാം. ഗോഡ് റിപ്ലൈസ്, ദൈവം മറുപടി പറയുന്നു. ദി ഫോളോയിങ് ഡേ ലെഞ്ചോ വെൻറ്റ് ടു ദി പോസ്റ്റ് ഓഫീസ് ഏർലിയർ ദാൻ യൂഷ്വൽ. പതിവിലും നേരത്തെ ലെഞ്ചോ പിറ്റേ ദിവസം തന്നെ പോസ്റ്റ് ഓഫീസിലേക്ക് പോവാണ്. ഹി ആസ്ക്ഡ് ദി പോസ്റ്റ്മാൻ ഇഫ് ദർ വാസ് എ ലെറ്റർ ഫോർ ഹിം. അങ്ങനെ അദ്ദേഹം അവിടുത്തെ പോസ്റ്റ്മാനോട് ചോദിക്കുകയാണ്, കത്ത് വല്ലതും ഉണ്ടോ അദ്ദേഹത്തിന്. ദി പോസ്റ്റ്മാൻ ഹാൻഡഡ് എ ലെറ്റർ ടു ഹിം. പോസ്റ്റ്മാൻ അദ്ദേഹത്തിന് ഒരു കത്ത് കൊടുത്തു. ദി പോസ്റ്റ് മാസ്റ്റർ ലുക്ക്ഡ് ഓൺ ഫ്രം ദി ഡോർവേ ഓഫ് ഹിസ് ഓഫീസ്. ഈ സമയത്ത് നമ്മുടെ ഈ പോസ്റ്റ് മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ പ്രവേശനവാതിൽ നിന്നുകൊണ്ട് ലെഞ്ചോയെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലെഞ്ചോ ഷോഡ് നോട്ട് ദി സ്ലൈറ്റസ്റ്റ് സർപ്രൈസ് ഓൺ സീയിങ് ദി മണി.
പോസ്റ്റ് ഓഫീസിൽ നിന്നും ആ പണം കിട്ടിയപ്പോൾ ലെഞ്ചോക്ക് നേരിയ ഒരു അത്ഭുതം പോലും അതിൽ തോന്നിയില്ല. സച്ച് വാസ് ഹിസ് കോൺഫിഡൻസ്. അത്തരത്തിലുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം. ബട്ട് ഹീ ബിക്കെയിം ആംഗ്രി വെൻ ഹീ കൗണ്ടഡ് ദി മണി. പക്ഷേ പണം എണ്ണി നോക്കിയപ്പോൾ ലെഞ്ചോക്ക് ദേഷ്യം വന്നു. ഗോഡ് കുഡ് നോട്ട് ഹാവ് മെയ്ഡ് എ മിസ്റ്റേക്ക്. ദൈവത്തിനൊരിക്കലും ഒരു അബദ്ധം സംഭവിക്കുകയില്ല. ഇമ്മീഡിയറ്റ്ലി ലെഞ്ചോ വെൻറ്റ് അപ്പ് ടു ദി വിൻഡോ ടു ആസ്ക് ഫോർ പേപ്പർ ആൻഡ് ഇങ്ക്. അങ്ങനെ പെട്ടെന്ന് തന്നെ ലെഞ്ചോ പോസ്റ്റ് ഓഫീസിൻ്റെ വിൻഡോ ഭാഗത്തേക്ക് പോവാണ്. അങ്ങനെ അവിടെ നിന്ന് പേപ്പറും ഇങ്കും, മഷിയും പേപ്പറും ചോദിച്ചു. ഹി സാറ്റ് അറ്റ് ദി പബ്ലിക് റൈറ്റിംഗ് ടേബിൾ. അങ്ങനെ അദ്ദേഹം ആ പബ്ലിക് റൈറ്റിംഗ് ടേബിളിൽ ഇരിക്കുകയാണ്. ഹി സ്റ്റാർട്ടഡ് ടു റൈറ്റ്. അദ്ദേഹം എഴുതാൻ തുടങ്ങി. വെൻ ഹി ഫിനിഷ്ഡ്, അങ്ങനെ അദ്ദേഹം പൂർത്തിയാക്കിയപ്പോൾ ഹി വെൻറ്റ് ടു ദി വിൻഡോ ടു ബൈ എ സ്റ്റാമ്പ്. ഒരു സ്റ്റാമ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് വിൻഡോയിൻ്റെ അടുത്തേക്ക് പോയി. ഹി ലിക്ഡ് ദി സ്റ്റാമ്പ് ആൻഡ് ദെൻ അഫിക്സ്ഡ് ഇറ്റ് ഓൺ ദി എൻവലപ്പ് വിത്ത് എ തംബ് ഓഫ് ഹിസ് ഫിസ്റ്റ്. അങ്ങനെ ഹി ലിക്ഡ് ദി സ്റ്റാമ്പ് അദ്ദേഹം നക്കി. ആൻഡ് ദെൻ അഫിക്സ്ഡ് ഇറ്റ്, അങ്ങനെ അത് ഒട്ടിക്കുകയാണ്. ഓൺ ദി എൻവലപ്പ്, കത്തിൻ്റെ കവറിൽ. വിത്ത് എ തംബ് ഓഫ് ഹിസ് ഫിസ്റ്റ്, തൻ്റെ തള്ളവിരൽ കൊണ്ട് അമർത്തിയിട്ട് ആ എൻവലപ്പിൽ, കത്തിൻ്റെ കവറിൽ സ്റ്റാമ്പ് ഒട്ടിക്കുകയാണ്. ദി മൊമെൻറ്റ് ദി ലെറ്റർ ഫെൽ ഇൻ ടു ദി ബോക്സ്, ദി മെയിൽ ബോക്സ്, ദി പോസ്റ്റ് മാസ്റ്റർ വെൻറ്റ് ടു ഓപ്പൺ ഇറ്റ്. അങ്ങനെ ആ ലെഞ്ചോ എഴുതിയ കത്ത് ആ തപാൽ പെട്ടിയിൽ വീണ ആ നിമിഷം തന്നെ പോസ്റ്റ് മാസ്റ്റർ അത് തുറക്കാൻ പോയി. അങ്ങനെ ലെഞ്ചോ എഴുതിയ ആ കത്ത് പോസ്റ്റ് മാസ്റ്റർ തുറന്നു വായിക്കുകയാണ്. ആ കത്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മെർസിഫുൾ ഗോഡ്, കരുണാമയനായ ദൈവമേ, ഓഫ് ദി മണി ദാറ്റ് ഐ ആസ്ക്ഡ് ഫോർ ഓൺലി 70 പെയ്സോസ് റീച്ച്ഡ് മീ. ഞാൻ ആവശ്യപ്പെട്ട പണത്തിൽ എനിക്ക് 70 പെയ്സോസ് മാത്രമേ എൻ്റെ അടുത്ത് എത്തിച്ചേർന്നിട്ടുള്ളൂ. സെൻഡ് മീ ദി റെസ്റ്റ്, ബാക്കിയുള്ളത് കൂടി എനിക്ക് അയച്ചു തരൂ. സിൻസ് ഐ നീഡ് ഇറ്റ് വെരി ബാഡ്ലി, എനിക്കത് അത്യാവശ്യമായി വേണം. ബട്ട് ഡോണ്ട് സെൻഡ് ഇറ്റ് ടു മീ ത്രൂ ദി മെയിൽ, പക്ഷേ അതൊരിക്കലും തപാൽ വഴി ഇനി അയക്കരുത്. ബിക്കോസ്, കാരണം ദി പോസ്റ്റ് ഓഫീസ് എംപ്ലോയീസ്, പോസ്റ്റ് ഓഫീസിലെ തൊഴിലാളികളെല്ലാവരും ആർ എ ബഞ്ച് ഓഫ് ക്രൂക്സ്, അവരെല്ലാവരും ഒരു കൂട്ടം കള്ളന്മാരാണ്. അവരാണ് എൻ്റെ പണം, ബാക്കിയുള്ള പണം തട്ടിയെടുത്തത്. അതുകൊണ്ട് ഇനി ഒരിക്കലും പോസ്റ്റ് ഓഫീസ് വഴി അയക്കരുത് എന്നാണ് ലെഞ്ചോ കത്തിലൂടെ സമർത്ഥിക്കുന്നത്. അറ്റ് ദി പോസ്റ്റ് ഓഫീസ്, ഗോഡ് റിപ്ലൈസ് എന്നീ 2 ഭാഗങ്ങളിലുള്ള ഡിഫിക്കൽട്ട് വേർഡ്സിൻ്റെ മീനിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക.